വിശുദ്ധ ജർത്രൂദിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നമുക്ക് വേണ്ടപ്പെട്ടവരായ, സ്വന്തപ്പെട്ടവരായ ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം തന്നെ നമ്മിൽ നിന്നും മരണത്തോടെ അകന്നു പോയിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുടെ അതുപോലെ തന്നെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ മരിച്ചുപോയ ആത്മാക്കളായിരിക്കാം ഇവരെല്ലാവരും തന്നെ. നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന വേർപാട്, അതിലൂടെ അവർക്ക് മാനസാന്തരപ്പെടുവാനോ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാനോ സമയം കിട്ടാതെ അവർ മരിച്ചു പോയിട്ടുണ്ടാവും. കർത്താവ് വിശുദ്ധ ജർത്രൂദിനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. ലോകത്തിലെ 1000 പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് കർത്താവ് ജർത്രൂദിനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. കർത്താവിൻ്റെ ആ വാക്കുകൾ ഒരു വാഗ്ദാനമായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇപ്പോൾ ആ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലും ഉള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. കർത്താവിൽ പ്രിയരേ, ഈ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്നത് വളരെ ഉചിതമായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളുടെ ഭവനങ്ങളിലും ശാന്തിയും സമാധാനം കർത്താവായ യേശുവിൻ്റെ സംരക്ഷണവും കടന്നു വരട്ടെ. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.